ബിജുവിനെ നന്നായിട്ട് അറിയാവുന്ന അയാളിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാവുന്നു അതേ പ്രതീക്ഷിക്കാവുന്നു. പ്രൊമോഷൻ വരാത്തതുകൊണ്ട് പൈസ കൊട്ടി കുറയ്ക്കുന്നു ഞാൻ കേട്ടിട്ടില്ല. ഇതൊക്കെ ഇനി പുതിയ വല്ല സിസ്റ്റമാണോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല. അദ്ദേഹത്തെ സിനിമയിൽ കൊണ്ടുവന്നു, അദ്ദേഹത്തിന് ഇത്രേ അത് കഴിഞ്ഞ് കിട്ടത്തുള്ളൂ എന്നുള്ള ചിന്ത ആ പ്രൊഡ്യൂസർക്ക് വേണം. ഒരു സഹകരിക്കാത്ത ഒരാളല്ല, സുഹൃത്തുക്കൾക്ക് വേണ്ടി ചത്തു നീക്കുന്ന വ്യക്തിയാണ്. 50 ദിവസം കൂടിയേ ഉള്ളൂ ഈ ദൃശ്യം 3. അതെ, 3യെ പറ്റി ചോദിക്കാറുണ്ടോ? ദൃശ്യം 3യെ പറ്റി വളരെ പോസിറ്റീവായിട്ടാണ്, കോൺഫിഡന്റ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ തെലുങ്കിലെ ഒരു ആക്ടറും മലയാളത്തിലെ ലാലേട്ടനുമായിട്ടൊന്നും ഒരു കമ്പാരിസൺ നമുക്ക് ഇല്ല. ബൾട്ടി എന്ന സിനിമയ്ക്ക് 22 കോടിയായാൽ ലാലേട്ടനെ വെച്ചൊരു പടം എടുക്കണമെങ്കിൽ 30 എന്ന് പറയുന്നത് വലിയ എമൗണ്ട് ആണ്. അപ്പൊ അങ്ങനെ ഒരു വേറെ പ്രൊഡ്യൂസർ മലയാളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയും. പുള്ളിയുടെ കഴിവും പുള്ളിയുടെ അധ്വാനവും പുള്ളി ലാലേട്ടനെ പോലെ അല്ല ഡിസിപ്ലിൻഡാ പുള്ളി. ദൃശ്യം 3യുടെ കാര്യത്തിൽ പുള്ളിക്ക് ഒരു ടെൻഷനും മുഖത്ത് കണ്ടിട്ടില്ല, വർത്തമാനത്തിലും കണ്ടിട്ടില്ല. എമ്പുരാന്റെ ദിവസങ്ങളിലൊക്കെ പുള്ളിയുടെ മുഖത്തെ ടെൻഷൻ ഞാൻ വളരെ കണ്ടാണ്. ഞാൻ എന്റെ വീട്ടിൽ എന്റെ ഭാര്യയോടും പിള്ളേരോടും പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വരെ പറഞ്ഞു. കാരണം എനിക്ക് പേടിയായിരുന്നു പുള്ളിക്ക് വല്ല അറ്റാക്കും ബില്ലും വരുമോ. സൗബിൻ എന്നുള്ള ഒരാളിൽ വലിയൊരു കലാകാരനുണ്ട് എന്ന് എന്നോട് 1-2 പേര് എപ്പോഴും പറയുമായിരുന്നു. ഭാവിയിലെ ജഗദീഷ് ശ്രീകുമാർ ആകാനുള്ള ആളാണ്. അതായത് ഞാൻ ജെയ്സനോട് ഡോക്ടർക്ക് തലയ്ക്ക് വട്ടായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു. മോനും ലാലേട്ടനും മോളും അഭിനയിക്കുന്ന പടത്തിന്റെ കഥ മുഴുവൻ എന്നോട് വീണ്ടും പറഞ്ഞു. 2ാമത്തെ പ്രാവശ്യം പറഞ്ഞു. തുടക്കത്തിന്റെ മുഴുവൻ കഥയും പറഞ്ഞു. വളരെ രസകരമായിട്ടുള്ള സബ്ജക്റ്റാണ്. ശരിക്കും EDയെ ഒരു പ്രൊഡ്യൂസർ പേടിക്കേണ്ടതുണ്ടോ? Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. തിങ്ക് മൊബൈൽ, തിങ്ക് ഓക്സിജൻ. ഓക്സിജൻ, the smartphone expert. നമസ്കാരം. നമസ്കാരം. കേട്ടിട്ടുണ്ട് ശ്രീ മോഹൻലാലിന് അങ്ങനെ നോ എന്ന് പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ കോള് കണ്ടാൽ എടുക്കാൻ എന്തായാലും തിരിച്ചു വിളിക്കുന്ന ഒരാളാണ് സന്തോഷ് ടി കുരുവിള. എന്താണ് ആ സൗഹൃദത്തിന്റെ പിന്നിൽ? ലാലേട്ടൻ അങ്ങനെ ഒത്തിരി പേര് സൗഹൃദമുള്ള ആളാണല്ലോ. അതുപോലെ ഒരാളാണ് ഞാനും എന്റെ അടുത്ത പാർട്ണറുണ്ട് ജോൺ. രണ്ടും അദ്ദേഹമായിട്ട് 2013 തൊട്ട് വളരെ അടുത്ത ബന്ധം. അദ്ദേഹമായിട്ടും ആന്റണിച്ചേട്ടനുമായിട്ടും ചേച്ചിയായിട്ടും എല്ലാം ഫാമിലിയായിട്ട് നല്ലതായിട്ട് ജെല്ലായി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതായിരിക്കും കാരണം. അല്ലു അർജുൻ്റെതാണെന്ന് പറയപ്പെടുന്ന ഒരു പ്രസ് റിലീസ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ടീമിന് കൊടുത്തിരിക്കുന്ന, അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് ടീം ലൊക്കേഷനിലുള്ള ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന കുറച്ച് നിബന്ധനകളാണ്. അതായത് അതിനകത്ത് അല്ലു അർജുൻ്റെ അടുത്ത് സംസാരിക്കാൻ വരാൻ പാടില്ല, അല്ലു അർജുൻ നിൽക്കുമ്പോൾ പോക്കറ്റിൽ കൈയിടാൻ പാടില്ല, അദ്ദേഹത്തെ സാറെന്ന് അഭിസംബോധന ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഐക്കൺ സ്റ്റാർ എന്ന് വിളിക്കണം, അദ്ദേഹം ഉള്ളപ്പോൾ ഫോൺ എടുക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് 42 നിബന്ധനകൾ. അദ്ദേഹവുമായി 3 അടി വിട്ടേ നിൽക്കാൻ പാടുള്ളൂ. അങ്ങനെ ഇത് അല്ലു അർജുൻ്റെ ടീം നിഷേധിച്ചിട്ട് കുറിപ്പിറക്കിയിട്ടുണ്ട്. അത് മറ്റൊരു വശം. പക്ഷേ ഈ മറ്റ് തെലുങ്ക്, ഹിന്ദി ഭാഷകളിലൊക്കെയുള്ള സിനിമാ താരങ്ങളെ, സൂപ്പർ സ്റ്റാർസിനെ എടുക്കുകയാണെങ്കിൽ ഷൈൻ ടോം ചാക്കോ പറഞ്ഞിട്ടുണ്ട്, ജൂനിയർ NTRനെ കൊണ്ട് ഒരു കുപ്പി പോലും അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസ് എടുപ്പിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു സാധാരണക്കാരൻ കണക്ട് ഉണ്ടാകുന്നതെന്ന്. അപ്പം പുറത്തുള്ള സൂപ്പർ സ്റ്റാർസിനെ വെച്ച് നമ്മുടെ സൂപ്പർ സ്റ്റാർസിനെ വ്യത്യസ്തമാക്കുന്ന കാര്യം ഈ മനുഷ്യരോട് കാണിക്കുന്ന കുറച്ചുകൂടി അടുപ്പമല്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞിട്ടില്ലേ, അതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഇപ്പം ലാലേട്ടനൊക്കെ ആൾക്കാരോട് ബന്ധപ്പെടുന്നതും അവരുടെ ഓരോ പ്രശ്നങ്ങളിൽ, ഇപ്പം ഞാൻ തന്നെ ചിന്തിക്കുകയാണ്. എൻ്റെ ഫാദർ വയ്യാതെ കാരിതാസ് ഹോസ്പിറ്റലിൽ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കിടക്കുമ്പോൾ എല്ലാ 1/2 മണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോൾ വിളിച്ചു ചോദിക്കും, മോനെ എങ്ങനെയുണ്ട്. ഞാൻ ഖത്തറിലാണ്. നേരം എന്നെക്കാളും കൂടുതൽ കെയർ പപ്പായിക്കാണ് കൊടുക്കുന്നത്. കാരണം പപ്പായായിട്ട് ഈ പറയുന്ന വലിയ ബന്ധങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ലാലേട്ടൻ. അത് എന്നോടൊന്നല്ല, പുള്ളിയുടെ അടുത്തുള്ള എല്ലാവരുടെയും കാര്യങ്ങളിൽ പുള്ളി അങ്ങനെയാണ്. കാരണം നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണല്ലോ. തെലുങ്കിലെ ഒരു ആക്ടറും മലയാളത്തിലെ ലാലേട്ടനുമായിട്ടൊന്നും ഒരു കമ്പാരിസൺ നമുക്ക് ഇല്ല. അല്ലെങ്കിൽ തമിഴിലെ ചിലപ്പോൾ രജനി സാറ് കാണും. അതല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഒരു അപൂർവമായിട്ടുള്ള ജന്മമാണ് ലാലേട്ടൻ എന്നൊക്കെ പറയുന്നത്. അടുത്ത സുഹൃത്താണല്ലോ ആന്റണി പെരുമ്പാവൂർ. അപ്പൊ ഇന്ന് ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നു, 50 ദിവസം കൂടിയേ ഉള്ളൂ ഇനി ദൃശ്യം 3. അദ്ദേഹത്തെ പറ്റി ദൃശ്യം 3യോട് ചോദിക്കാറുണ്ടോ? 3യെ പറ്റി ചോദിക്കാറുണ്ടോ? അദ്ദേഹം ദൃശ്യം 3യെ പറ്റി വളരെ പോസിറ്റീവായിട്ടാണ്, കോൺഫിഡന്റ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ പുള്ളി, ഞാൻ ഇന്നലെ രാവിലെ ഞാൻ പാലക്കാട് പോകുന്ന മുമ്പ് പുള്ളിയുടെ കൂടെ എനിക്ക് വലിയ ഇഷ്ടമാണ് പുള്ളിയോട് ഇരുന്ന് സംസാരിക്കുന്നത്. പുള്ളിയുടെ ഓഫീസിൽ പോകും, ഞാനും പുള്ളിയോട് ഇരുന്ന് സംസാരിക്കും. കാര്യം ഞാൻ എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുമ്പം എൻ്റെ കൂടെ ഇപ്പം നമ്മുടെ കമ്പനിയുടെ CFO ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഇതിന് മുമ്പ് വർക്ക് ചെയ്ത അക്കൗണ്ടാണ്. ഇവരെല്ലാം പഠിക്കാൻ വിടുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ ഓഫീസിലേക്കാണ്. ഇതിന്റെ കാര്യം എന്ന് പറയുന്നത്, പുള്ളി ഒരു അപാര ബിസിനസ്സുകാരനാണ്.
ഏതാ അവിടെ വിദ്യാഭ്യാസമോ ഒന്നും ഒരു ഒരു Matter അല്ല. ഇതല്ല. പുള്ളിയുടെ ചിന്തയും പുള്ളിയുടെ ഇതും വളരെ, അതുകൊണ്ട് ഞാൻ എപ്പോഴും പുള്ളിയുടെ അടുത്ത് പോകും. ഞങ്ങളുടെ അപ്പുറത്തെ ഫ്ലാറ്റിൽ താമസിക്കും. ചിലപ്പോൾ രാവിലെ ഒരു 7-7:30 ആകുമ്പോൾ ഞങ്ങളെ ബാൽക്കണി ഇരുന്ന് ചായ കുടിക്കും, വർത്താനം പറയും, ഒത്തിരി നേരം വർത്താനം പറയും. കാര്യം പുള്ളിയിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഇപ്പം അങ്ങനെ ഒരു വേറെ പ്രൊഡ്യൂസർ മലയാളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയും. എന്നുവെച്ചാൽ അതുപോലെ ഷെയർ ചെയ്യുന്നതും. പിന്നെ പുള്ളിയുടെ ഒരു വലിയൊരു ഗുണമെന്ന് പറയുന്നത് പുള്ളി ഒരു സിനിമ എടുക്കുവാണെങ്കിൽ ആ സെറ്റ് ചെല്ലുന്ന പുള്ളിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരോടെല്ലാം പുള്ളി ഈ സിനിമയുടെ മുഴുവൻ കഥയും പറയും. ഓക്കെ. ഈ കഥ പറയാൻ കാരണം എനിക്ക് തോന്നിയത് ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പുള്ളിക്ക് കേൾക്കുകയും ചെയ്യാം. സജഷൻസ് പോലെ. ഇന്നലെ ഞാൻ അവിടെ ചെന്നപ്പം നമ്മുടെ മോനും ലാലേട്ടനും മോളും അഭിനയിക്കുന്ന പടത്തിന്റെ കഥ മുഴുവൻ എന്നോട് വീണ്ടും പറഞ്ഞു, രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു. അന്നേരം വേറെ ആരും അങ്ങനെ പറയത്തില്ല. തുടക്കത്തിന്റെ മുഴുവൻ കഥയും പറഞ്ഞു. എങ്ങനെയുണ്ട്? നല്ല നല്ല വളരെ വളരെ രസകരമായിട്ടുള്ള സബ്ജക്റ്റാണ്. നേരം നല്ല ഡയറക്ടറും അല്ലേ, നല്ല മിടുക്കനല്ലേ നമ്മുടെ ജൂഡ് ആന്റണി. ഓം ശാന്തി ആശാനയും ഒക്കെ 2018. നേരം ഈ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നതും നമുക്ക് എവിടുന്നെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അത് പോയി പഠിച്ചിരിക്കണം. അത് പഠിക്കാൻ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാൻ കണ്ടിട്ട് പുള്ളി മാത്രമേ ഉള്ളൂ പ്രൊഡ്യൂസറായിട്ട്. ഇനി അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുണ്ട് നമ്മുടെ പഴയ ജൂബിലി ജോയ് തോമസ് അങ്ങനെയുള്ളത്. എന്ന് വെച്ചാൽ അവരെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം, നല്ല സമയത്ത് സിനിമ നിർത്തിയിട്ട് പോയെന്ന് അവർ പഠിച്ചേക്കുന്നത്. അവർ നല്ലതായിട്ട് പൈസയൊക്കെ ഉണ്ടാക്കി സിനിമ പരിപാടിയൊക്കെ നിർത്തി. ഇനി ഞാൻ സിനിമയോട് വിട പറയുന്നു. അപ്പം അത് മാരുതി ഫിലിംസ് തുമ്മിക്കുഞ്ഞേട്ടനാണേലും ജോയിച്ചാനാണേലും ഇവരെല്ലാം ആ സമയത്ത് സിനിമ നിർത്തിപ്പോയി. പക്ഷെ അതൊരു പഠിത്തമല്ല. നിർത്തിപ്പോകുന്നെന്ന് പറയുന്നത് ഒരു 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 പഠിത്തമല്ല. അവർ അത് കഴിഞ്ഞ് ഒത്തിരി കൊല്ലങ്ങൾക്ക് ശേഷം ഒരു സിനിമ എടുത്തുള്ളൂ. കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം ആശാശരത്തിനെ കാണാതെ പോയെന്ന് പറഞ്ഞ്, കാണാനില്ല എന്ന് പറഞ്ഞ അവർക്ക് ആ സിനിമ വിജയിപ്പിക്കാനൊത്തില്ല. അതെടുത്ത എല്ലാം മലയാളത്തിലെ ആ കാലഘട്ടത്തിലെ പ്രമുഖ പ്രൊഡ്യൂസേഴ്സ്, പ്രേംകുമാർ ചേട്ടൻ, പിന്നെ ജൂബിലി ജോയ് തോമസ്, ഇവരെല്ലാം കൂടെ ചേർന്നാണ്. കാര്യം അവർക്ക് ആ ഇൻഡസ്ട്രിയോടുള്ള ഭയങ്കരമായിട്ട് അങ്ങ് ബന്ധം അങ്ങ് ഇല്ലാതായി പോയി. അതുകൊണ്ടാണ് അവരൊന്നും പഠിക്കാനുണ്ട്. പക്ഷെ ഈ ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ആളൊരു 30 കൊല്ലം ഈ എന്താ പറയുന്നത്, പിന്നെ അദ്ദേഹം ഒരു പ്രൊഡ്യൂസറായിട്ട് വന്ന എത്ര ഹിറ്റ് സിനിമകൾ ഒന്നുമില്ലാത്തടത്ത് നിന്ന് വന്നും കൂടെ ചിന്തിച്ചോണം. അതെ, പുള്ളിയുടെ കഴിവും പുള്ളിയുടെ അധ്വാനവും പുള്ളി ലാലേട്ടനെ പോലെ അല്ല ഡിസിപ്ലിൻഡാണ് പുള്ളി പറയുന്ന സമയത്ത് ഓടിച്ചെല്ലും. ഞാൻ പറഞ്ഞത് ലാലേട്ടൻ അതിരാവിലെ സെറ്റിൽ നേരത്തെ വരുന്നൊക്കെ ഞാൻ പറഞ്ഞ പോലെ പുള്ളിയുടെ കാര്യത്തിലെല്ലാം അത് അന്നേരം അതുകൊണ്ട് അതാണ് പുള്ളിയുടെ വിജയം എന്ന് പറയുന്നത്. അല്ല, ഇപ്പൊ ഈ ദൃശ്യം 3നെ പറ്റിയിട്ട് ആളുകൾ പറയുന്നുണ്ടല്ലോ, അതായത് ഇത് റിലീസിന് മുമ്പ് ഇത് വലിയ ലാഭമാണ്, വലിയൊരു ഡീല് ക്ലോസ് ആയിട്ടുണ്ട് എന്നൊക്കെ. ഇത് സത്യാവസ്ഥയാണോ? ഇത് അനുപരമായിട്ട് സംസാരിക്കാറുണ്ടോ? ആയിരിക്കും. കാരണം ഞാൻ ഒരു പരിധിക്ക് അപ്പുറം ചോദിച്ചിട്ടില്ല. ദൃശ്യം 3യുടെ കാര്യത്തിൽ പുള്ളിക്ക് ഒരു ടെൻഷനും മുഖത്ത് കണ്ടിട്ടില്ല, വർത്തമാനത്തിലും കണ്ടിട്ടില്ല. എമ്പുരാന്റെ ദിവസങ്ങളിലൊക്കെ പുള്ളിയുടെ മുഖത്തെ ടെൻഷൻ ഞാൻ വളരെ കണ്ടാണ്. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയോടും പിള്ളേരോടും പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വരെ പറഞ്ഞു. കാരണം എനിക്ക് പേടിയായിരുന്നു പുള്ളിക്ക് വല്ല അറ്റാക്കും ബില്ലും വരുമോ. പിന്നെ പുള്ളിയുടെ മുഖം ഞാൻ ദൂരെ ഇരുന്നല്ലേ കാണുന്നത്, ഇവിടെ ഇന്ത്യയിൽ ഇരുന്നല്ലോ കാണുന്നത്. ഫോൺ വിളിച്ച പുള്ളി ആരുടെയും ഫോൺ എടുക്കുന്നില്ലായിരുന്നു. അന്നേരം ആ ഒരു അവസ്ഥയിലല്ല പുള്ളിയുടെ സംസാരിക്കുമ്പോൾ. പുള്ളി വളരെ കോൺഫിഡന്റ് ആണ്. പിന്നെ പ്രൊമോഷന് വലിയ പ്രാധാന്യമുണ്ട്. ഈ പ്രൊമോഷന് ആളുകൾ സഹകരിക്കാത്തതിന് ഇപ്പൊ ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചിരിക്കുകയാണ്. ബിജു മേനോൻ പ്രൊമോഷൻ വരാത്തത് കാരണം ഒരു പ്രൊഡ്യൂസർക്ക് ചാനലിൽ നിന്ന് 25 ലക്ഷം രൂപ കിട്ടാനുണ്ട്. 25 ലക്ഷം രൂപ വലിയൊരു തുകയാണ്. അപ്പൊ താരങ്ങൾ ഇങ്ങനെ പ്രൊമോഷനുമായിട്ട് സഹകരിക്കാത്തത് പ്രൊഡ്യൂസർമാർക്ക് വരുത്തുന്ന നഷ്ടം, അത് ഇവർക്കുണ്ടാക്കുന്ന പ്രതിസന്ധി എത്രമാത്രം വലുതാണ്? ഞാൻ ഇന്നലെ ബി ഉണ്ണികൃഷ്ണന്റെ ആ പത്രസമ്മേളനം കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പത്രസമ്മേളനം. കാര്യങ്ങൾ ഒത്തിരി പുള്ളി തുറന്നു പറഞ്ഞു. വളരെ ഓപ്പണായിട്ട് ആരെയും പേടിക്കാത്ത രീതിയിൽ വളരെ ഓപ്പൺ. ഞാനും ഉണ്ണികൃഷ്ണനും ഒരേ സമയത്ത് കോളേജിൽ പഠിച്ച, എന്നെക്കാളും പുള്ളി പോസ്റ്റ് ഗ്രാജുവേഷനും ഞാൻ ഡിഗ്രി ആയിരുന്നു. ഞങ്ങൾ രണ്ടും ഒരേ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ആയിരുന്നു. ഞാൻ അദ്ദേഹത്തെക്കാളും ആ പ്രസ്ഥാനത്തിൽ ഞാൻ സീനിയറാണ്. SFIയിൽ ഞാൻ പുള്ളിയെക്കാളും ഒത്തിരി സീനിയറാണ്. നേരം പക്ഷേ ഞാൻ വീണ്ടും അതിനകത്തൊരു അദ്ദേഹം പറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് പറയേണ്ടതാണ്. ഇൻഡസ്ട്രിയിൽ പല കാര്യം പറയും. ഇന്നലെ അഭിനയിക്കാൻ വന്ന ഒരു പെൺകുട്ടി ഇന്ന് രണ്ടാമത്തെ പടത്തിൽ ചോദിച്ച പ്രതിഫലം കേട്ട് പുള്ളി ഞെട്ടി എന്ന് പറഞ്ഞു. അതൊക്കെ വളരെ നല്ലതാണ്. അത് പറയേണ്ടതായിരുന്നു. ഇന്നല്ല, പണ്ടേ പറയേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഈ ബിജു മേനോൻ എന്ന് പറയുന്ന ആക്ടർ ഗംഭീര ആക്ടറാണ്. ബിജു മേനോനെ നന്നായിട്ട് അറിയാവുന്ന ആള്. അയാളിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാവുന്നു അതേ പ്രതീക്ഷിക്കാവുള്ളൂ. ഞാൻ
ആർക്കറിയാൻ ചെയ്തതാണല്ലോ അത്. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, എന്ത് നല്ലതായിട്ട് അദ്ദേഹം അഭിനയിച്ചു, ഒരു കുഴപ്പമില്ല, അത് കറക്റ്റ് സമയത്ത് വരുമായിരുന്നു. 1, 2, 3 ഇന്റർവ്യൂവിന് വന്നു, നമുക്ക് അതിൽ കൂടുതൽ ഞാൻ പുള്ളിയോട് ഡിമാൻഡ് ചെയ്തില്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഇപ്പം എന്താ, നമുക്ക് അദ്ദേഹത്തെ സിനിമയിൽ കൊണ്ടുവന്നു, അദ്ദേഹത്തിന് ഇത്രേ അത് കഴിഞ്ഞ് കിട്ടത്തുള്ളൂ എന്നുള്ള ചിന്ത ആ പ്രൊഡ്യൂസർക്ക് വേണം. കാര്യം ഇത് ഇന്ന് കിളുത്ത് വന്ന ആളല്ലല്ലോ ബിജു മേനോൻ എന്നല്ല, എല്ലാവരുടെയും കാര്യത്തിൽ പറയാം. നമുക്ക് അത് എൻ്റെ ചിന്തയാണ്. ഞാനിപ്പോൾ ബിജു മേനോനെ വെച്ച് നാളെ ഒരു സിനിമ ചെയ്യേണ്ട വന്നാൽ തീർച്ചയായിട്ടും ചെയ്യാൻ പോകും. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഈ വലുതായിട്ടൊന്നും കാര്യം ഇന്ന് വരെ ഞാൻ അദ്ദേഹം അങ്ങനെ പ്രൊമോഷന് പോയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ശരിയാണ് അല്ലേ? അന്നേരം നമ്മൾ അതേ പ്രതീക്ഷിക്കാവുള്ളൂ. അത് പ്രതീക്ഷിക്കാതെ നമ്മൾ ചാനലുകാരോട് എന്നോട് ഇന്ന് വരെ ഒരു ചാനലുകാർ ഇവർ പ്രൊമോഷന് വരാത്തതുകൊണ്ട് പൈസ വെട്ടി കുറയ്ക്കുന്നു ഞാൻ കേട്ടിട്ടില്ല. ഇതൊക്കെ ഇനി പുതിയ വല്ല സിസ്റ്റമാണോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ. 25 ലക്ഷം രൂപ വെട്ടി കുറച്ചു എന്ന് വായിച്ചു. പക്ഷെ തീർച്ചയായിട്ടും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് 100% നല്ലതാണ്, അങ്ങനെ പറയണം. അത് ബി ഉണ്ണികൃഷ്ണൻ മാത്രമല്ല, പ്രൊഡ്യൂസർ അസോസിയേഷനും പറയണം, ചേംബറും പറയണം, എല്ലാവരും പറയണം, സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അല്ല, ഇപ്പൊ ഈ പ്രൊഡ്യൂസർമാർക്കും ഈ റിയാലിറ്റി ചെക്കില്ലേ, അതായത് ബിജു മേനോനിൽ നിന്ന് അദ്ദേഹത്തിന് അദ്ദേഹവുമായി ഇടപെട്ടതിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ഒരു സിനിമ ചെയ്തതിന്റെ ഒരു അനുഭവ സമ്പത്തിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടല്ലോ, അതേ പ്രതീക്ഷിക്കാവൂ. അത് മനസ്സിലാക്കാതെ പോകുന്നുണ്ടോ? പലരും എന്താന്ന് വെച്ചാൽ വളരെ പാനിക് ആയിട്ടാണ് ഒരു ആക്ടർ ഡേറ്റ് കിട്ടിയാൽ എങ്ങനെയെങ്കിലും സിനിമ ചെയ്യാന്നുള്ള ചിന്തയിൽ പോകും. ഞാൻ പേര് പറയത്തില്ല, ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് 2 നല്ല ഡയറക്ടേഴ്സ്, ഒരു ഡയറക്ടർ ഒരു റൈറ്ററും കഥ വന്നു പറഞ്ഞു. ഞാൻ ആ സിനിമയുടെ കഥ എൻ്റെ കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു. ഇവരെന്ത് ചെയ്ത ശമ്പളം പറഞ്ഞില്ല, അഡ്വാൻസ് ഇച്ചിരി തന്നേക്കാൻ പറഞ്ഞു. ഞാൻ ഇവരെ കൊണ്ടുവന്ന ആൾക്കാരോട് പല പ്രാവശ്യം ചോദിച്ചു, ഇവരുടെ ശമ്പളം എത്രയാന്ന് പറ. അത് ഞങ്ങൾ പിന്നെ പറഞ്ഞോളാം, അഡ്വാൻസ് ഇത്ര എന്താ. ഞാൻ പറഞ്ഞു ഞാൻ ആ സിനിമ ചെയ്യുന്നില്ല. കാരണം ഒന്നുമല്ല, നാളെ ഇപ്പൊ അവർക്ക് എത്ര വേണമെങ്കിലും ചോദിക്കാനോട്. സിനിമ ഒരു വലിയ വിജയമായാൽ വലിയൊരു പ്രതിഫലം കൊടുക്കേണ്ടി വരും. അല്ല, വിജയമായില്ലെങ്കിൽ അവർക്ക് നാളെ ഞാനിപ്പം ഒരാൾക്ക് ഒരു 25 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു, അയാൾക്ക് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന 1 കോടിയാന്ന് വിചാരിച്ചു. അവർക്ക് നാളെ 2 കോടിയും ചോദിക്കാം, ചിലപ്പോൾ 50 ചോദിക്കത്തുള്ളായിരിക്കും. എന്തിനാ നാളെ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത് എന്ന് വെച്ച് ഞാൻ ആ സിനിമ വേണ്ട എന്ന് വെച്ചു. ഞാൻ അത് പറയാൻ കാരണം ഇതാണ്, ഇപ്പൊ ബിജു മേനോൻ എന്ന് പറയുന്ന ആക്ടറെ ഇതേ ചെയ്യാനുള്ളൂ കിട്ടത്തുള്ളൂ എന്ന് ചിന്തിച്ചാൽ, ഈ ഞാൻ പണ്ടൊന്നും ഇങ്ങനത്തെ പ്രൊമോഷൻസ് ഒന്നും ഇല്ലായിരുന്നു. കോവിഡിന് ശേഷമാണല്ലോ ഇത് വന്നത്. അത് പ്രതീക്ഷ വേണം സിനിമ ചെയ്യാനായിട്ട്. ഇപ്പം നമ്മുടെ ആർക്കറിയാല് എനിക്ക് തോന്നുന്ന 3 or 4 ഇന്റർവ്യൂ നമ്മൾ വിളിച്ചു പറഞ്ഞത്, നമുക്ക് പെപ്പർ ബോട്ടിൽ ഇരുന്ന് പുള്ളി 3 or 4 ഇന്റർവ്യൂ ചെയ്ത്, അതിൽ കൂടുതൽ നമ്മൾ പുള്ളിയെ വിളിച്ചിട്ടുമില്ല. ഞാനൊരു പോസ്റ്റ് ഇടാൻ പോലും പുള്ളിയോട് ചോദിക്കാറില്ല. കാര്യം എനിക്കറിയാം ബിജു മേനോൻ എന്ന് പറയുന്ന ആള് എന്താണെന്ന് അറിയാം. അന്നേരം പിന്നെ നമ്മളെന്തിനാ അങ്ങനെ ഒരു സഹകരിക്കാത്ത ഒരാളല്ല. വളരെ നല്ല എന്താ പുള്ളി സുഹൃത്തുക്കൾക്ക് വേണ്ടി ചത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ബിജു മേനോൻ. പുള്ളിയുടെ ചുറ്റുമുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ചത്ത് നിൽക്കുന്ന വളരെ നന്നായിട്ട് നിൽക്കുന്ന ആളാണ്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറല്ലേ. ഞാൻ എൻ്റെ ക്യാരക്ടർ ആയിരിക്കത്തില്ല എൻ്റെ കൂടെയുള്ള വേറെ ഒരാളുടെ ക്യാരക്ടർ. നേരം അതനുസരിച്ച് നമ്മൾ ഇടപെടണം. ഈ ആളുകൾ പ്രതിഫലം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നിർമ്മാതാവിനോടുള്ള ഒരു ഡിബേറ്റ് ഉണ്ടല്ലോ, ഒരു ബാർഗെയിനിങ്, അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ഘട്ടങ്ങളിലേക്ക് എത്താറുണ്ടോ ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയിട്ട്? പൈസയുടെ കാര്യം എനിക്ക് ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ആരും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന മുകളിൽ സാലറിയുടെ ആൾക്കാരുടെ കാര്യം പ്രൊഡക്ഷൻ കൺട്രോളർ പറയുമ്പോൾ ഞാൻ പറയും അദ്ദേഹം മറ്റേ ആളെ എടുക്കാൻ പറയും. കാര്യം നമ്മൾ ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. 14ാമത്തെ പടമില്ല, ഇത് 14ാമത്തെ പടമാണ്. ഇത് 13ാമത്തെ പടമായിരുന്നു, ഇറങ്ങുന്ന 14ാമത്തെ പടമായിട്ടാണ്. ഇന്ന് വരെ ഒരു ആക്ടറിൽ നിന്നും അങ്ങനെ ഒരു ചെറുതോ വലുതോ ഒരിടത്തു നിന്നും ഉണ്ടായിട്ടില്ല. മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട്, ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്, നിവിൻ പോളി അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ദുൽഖർ സൽമാനും പൃഥ്വിരാജും അങ്ങനെ 1, 2, 3 പേരൊഴിച്ച് ബാക്കി എല്ലാവരും എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ആരുടെ കയ്യിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പ്രൊമോഷൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, സാലറിയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, താമസിച്ചു വന്നെന്നുള്ള കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടില്ല, സിനിമക്കിടയ്ക്ക് ഇറങ്ങിപ്പോയെന്നുള്ള കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. മോഹൻലാൽ മമ്മൂട്ടി ഈ 2 പേരും കഴിഞ്ഞാൽ OTT മാർക്കറ്റിൽ ഏറ്റവും അധികം മാർക്കറ്റുള്ള നടനാരാണ്? എനിക്കിപ്പോൾ OTT മാർക്കറ്റിനെ പറ്റി യാതൊരു ധാരണയുമില്ല. കാരണം ഞാൻ 2022 ഈ എന്നാൽ താൻ കേസോട് കഴിഞ്ഞ് ആഫ്രിക്കയ്ക്ക് പോയി. പിന്നെ ഈ ആഫ്രിക്ക ചെന്നുള്ള കുഴപ്പമെന്ന് വെച്ചാൽ പലപ്പോഴും കണക്ടിവിറ്റി ഇല്ല. ഇവിടെ ഒരാൾ മരിച്ചെന്നൊക്കെ നമ്മൾ അറിയുന്നത് ഇവിടെ തിരിച്ചു വരുമ്പോഴാണ്, പലപ്പോഴും കാണാറില്ല. തിരക്കിനിടയ്ക്ക് ഓടും.
അന്നേരം ഈ ആ അറിവുകേട് എനിക്ക് ബൾട്ടിയിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്നുവെച്ചാൽ എന്താണ് ഇവിടെ ഉണ്ടായ മാറ്റങ്ങൾ എന്ന്. പണ്ട് ഞാൻ ഖത്തറിലാകുമ്പോൾ എല്ലാ ആഴ്ചയിലും ഓടി വരും, വീക്കെൻഡ് ഇവിടെ ഉണ്ട്, സിനിമാക്കാരെ ഒക്കെ കാണാറുണ്ട്, നമുക്ക് മാർക്കറ്റ് അറിയാറുണ്ട്. എന്നിട്ട് എന്ന് പറഞ്ഞ പോലെ ഈ മൂന്നാമത്തെ ആർക്കാണ് ഏറ്റവും കൂടുതൽ, ലാലേട്ടനായിരിക്കും ഓട്ടോമാറ്റിക്കലി ഏറ്റവും കൂടുതൽ, എങ്കിൽ പോലും എനിക്കതേപ്പറ്റി ഒരു വലിയ ധാരണ ഇല്ല. ഇപ്പം അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത്, ബൾട്ടി എന്ന് പറയുന്ന സിനിമ ആരുമില്ല, നമ്മുടെ സുട്ടു മാത്രം വെച്ചുകൊണ്ടാണ് OTT വിറ്റേക്കുന്നത്. നല്ല വില കിട്ടിയിട്ടുണ്ട്. പെണ്ണും പൊറോട്ടും, ബൾട്ടി അല്ല, പെണ്ണും പൊറോട്ടും. ബൾട്ടി എന്നുള്ള പറയുന്ന സിനിമയുടെ OTTയും സാറ്റലൈറ്റും ഇപ്പോഴും നടന്നിട്ടില്ല. ഈ 2 ദിവസങ്ങളിൽ നടന്നിട്ടില്ല. അന്നേരം അത് അന്ന് വലിയ വില, നല്ല വില സോണി എന്നോട് വിളിച്ച് ഫോണിൽ സംസാരിച്ചാണ്. അന്ന് ഞാൻ ഒരു ബന്ധമില്ലാത്ത വലിയ വില ചോദിച്ചു. കാര്യം എനിക്ക് ഇവിടുത്തെ മാർക്കറ്റ് അറിയത്തില്ലായിരുന്നു. അന്നേരം യാഥാർത്ഥ്യത്തിലേക്ക് എത്താതെ ഞാൻ എന്നാ പറയുന്നത് 14-16 കോടി ചോദിച്ചുകൊണ്ടിരുന്നു. അവർ 9.5 കോടിക്ക് വരെ എടുക്കാൻ റെഡിയായിരുന്നു. അന്നേരം അത് പിന്നെ ഒരു അബദ്ധമായി അങ്ങനെ തോന്നുന്നു, അങ്ങനത്തെ ചിന്തകളൊക്കെ മനസ്സിൽ പോവാ. നമുക്കങ്ങനെ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ അന്ന് അത് ചെയ്യുമായിരുന്നെങ്കിൽ അത്, ഇപ്പം ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയത് ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ഔട്ടാണ്. പപ്പ എന്നെ ആഗ്രഹം MBBS പഠിക്കണതായിരുന്നു. അതിന് ഞാനിവിടെ എൻട്രൻസ് കോച്ചിങ്ങിനും ഒക്കെ പോയതാണ്. അന്നേരം ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇത് എഞ്ചിനീയറിംഗ് പഠിക്കാതെ പോയത് ശരിയായി പോയില്ല, അല്ലെങ്കിൽ ഡോക്ടർ ആകാഞ്ഞ ശരിയായി പോയിട്ടില്ല, അല്ലെങ്കിൽ എന്താ ഇത് കാര്യം എന്ന് പറയുന്നതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇതൊന്നും നമുക്ക് തിരിച്ചു വരാത്തതല്ലേ. എൻ്റെ വൈഫും പിള്ളേരും ഇപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. കട്ടിലിൽ ഞാനൊരു 9:30 ആകുമ്പോൾ കിടക്കും. വീട്ടിൽ ചെന്നാൽ 9:15 ആകുമ്പോൾ ഉറങ്ങും. രാവിലെ 4 ആകുമ്പോൾ എഴുന്നേക്കും. അത് ഇപ്പം ഇന്നലെ ഞാൻ കിടന്ന 1 മണിക്ക് വന്നാലും 4:30 ആകുമ്പോൾ എഴുന്നേക്കും. അന്നേരം കിടന്ന് കഴിഞ്ഞ ഉടനെ പിള്ളേരൊക്കെ എൻ്റെ അടുത്ത്, എൻ്റെ പെൺകുട്ടികൾ, എനിക്ക് 3 പേര്, മൂന്നാമത്തോളും ആരും എൻ്റെ അടുത്ത് വന്നിരിക്കും, വർത്തമാനം പറയാം. ഞാനൊരു 2-3 മിനിറ്റിനുള്ളിൽ ഉറങ്ങിപ്പോകും. എന്നിട്ട് അവർ പറയുന്നത്, ഡാഡിയോട് വർത്തമാനം പറയാൻ പോലും കിടക്കുമ്പം പോലും കിട്ടാറില്ല. ഞാനിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാത്തതുകൊണ്ട് എനിക്ക് ഉറങ്ങാനൊക്കെ. ഇപ്പൊ നമ്മള് ശ്രീ മോഹൻലാലിന്റെ കാര്യം പറഞ്ഞല്ലോ, അദ്ദേഹമാണ് ഇപ്പൊ നിലവിൽ ഏറ്റവും അധികം OTT ഒരു വാല്യൂ ഉള്ള അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പ്രൊഡ്യൂസറുടെ കയ്യിൽ ഇപ്പൊ ഒരു മിനിമം ബഡ്ജറ്റുള്ള കഥയാണെന്ന് വിചാരിക്കുക, ദൃശ്യം പോലെ ഒരു സിനിമയാണെന്ന് വിചാരിക്കുക. അതൊരു ബഡ്ജറ്റ് വൈസ് അത് ചെറിയ സിനിമയാണല്ലോ. അങ്ങനെയാണെങ്കിൽ എത്ര കോടി വേണ്ടി വരും ഒരു പ്രൊഡ്യൂസർ? അദ്ദേഹത്തിന്റെ ശമ്പളം കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. കാര്യം ഒരു അപ്രോക്സ് പറയുകയാണെങ്കിൽ നിങ്ങൾക്കല്ലേ എന്നെക്കാൾ നന്നായിട്ട് അല്ല, എനിക്ക് അറിയത്തില്ല സത്യമാണ്. ഇത് ആൾക്കാര് കേൾക്കുന്നു 30 കോടിയെങ്കിലും വേണം. 30 കോടിയൊന്നും ഇല്ല. ബൾട്ടി എന്ന സിനിമയ്ക്ക് 22 കോടി ആയാൽ ലാലേട്ടനെ വെച്ചൊരു പടം എടുക്കണമെങ്കിൽ 30 എന്ന് പറയുന്നത് വലിയ എമൗണ്ട് ആണ്. നമ്മൾ ചിന്തിക്കേണ്ടത് ഏതാ, ഈ പെണ്ണും പൊറോട്ടും എന്നുള്ള സിനിമയ്ക്കകത്ത് ഒരു കാരവൻ പോലും ഇല്ലായിരുന്നു. ഡയറക്ടർക്ക് കാരവൻ ഇല്ലായിരുന്നു. സുട്ടൂനൊരു AC സാധനം ഉണ്ടായിരുന്നു. വേറെ ആർക്കും ഇല്ലായിരുന്നു. എന്നിട്ട് 7.5 കോടി രൂപയായില്ലേ. ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. നമ്മൾ ഇൻട്രസ്റ്റിന് പൈസ എടുത്തിട്ടില്ല, നമ്മൾ സ്വന്തം പൈസ ആയെങ്കിൽ 30 കോടി എന്നൊന്നും പറയുന്നത്. കാര്യം എല്ലാത്തിനും പൈസയല്ലേ. എല്ലാം സെറ്റിൽ പൈസ. ഇപ്പം പെണ്ണും പൊറോട്ടിലൊക്കെ ഒരു സെറ്റിൽ 300, 200, 300 പേരുണ്ടായിരുന്നു. ഇവർക്കെല്ലാം ഭക്ഷണം എല്ലാം കൊടുക്കണം. ആർക്കും നമുക്ക് മാറ്റി കൊടുക്കാനൊക്കത്തില്ല. ഇവിടെ മീൻ വിളമ്പിക്കൊണ്ട് അപ്പുറത്ത് മീൻ കൊടുക്കാനൊക്കത്തില്ല. അല്ല, അങ്ങനെ കൊടുക്കുന്നവർ കാണും, പക്ഷെ എന്നെ കൊണ്ടൊക്കത്തില്ല. അത് നമ്മൾ എല്ലാവർക്കും ഒരേ ഭക്ഷണം തന്നെ കൊടുത്ത്. അന്നേരം ആ സിനിമയ്ക്ക് അത്ര ആയാൽ ലാലേട്ടനെയൊക്കെ വെച്ചെടുക്കുന്ന പടത്തിന് 30 എന്നൊക്കെ പറയുന്ന ഫിഗറൊന്നും ഒന്നുമല്ല. 50 ഉണ്ടാവുമായിരിക്കും. ആകാം. ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ലാലേട്ടൻ അത്ര കൃത്യമായിട്ടല്ല ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നടത്തിക്കൊണ്ടിരുന്നത്. ആന്റണി പെരുമ്പാവൂർ വന്നതിന് ശേഷമാണ് ഈ ലാലേട്ടന്റെ ബ്രാൻഡ് വാല്യൂ ഒരുപാട് കൂടിയതെന്നും അത് കൃത്യമായിട്ട് ഒരു വരവ് ചെലവുകൾക്കും കണക്കായതെന്നും ഒക്കെ. അതൊരു സത്യാവസ്ഥയുണ്ടോ? ഇന്ന് വരെ പറയാത്ത നീരാളിയുടെ സിനിമയുടെ ഷൂട്ടിങ്ങിന് ലാലേട്ടൻ്റെ കൂടെ ആകെ 2 സ്റ്റാഫേ ഉള്ളൂ. ഞാനുണ്ട്, ബാക്കി ആരുമില്ല ബോംബെ. ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കും. പിന്നെ അന്ന് ഞാനും അദ്ദേഹവും മാത്രമേ ഉള്ളൂ. ഒരു ഹോട്ടലിൽ അപ്പുറത്തെ ഇപ്പുറത്തെ റൂം, ഒരുമിച്ച് വണ്ടി രാവിലെ യാത്ര ചെയ്ത് സെറ്റ് ഞാനുണ്ട് ഫുൾ ടൈം. അന്നേരം ഇങ്ങനെ സംസാരിക്കുമ്പോൾ പുള്ളിയുടെ വായിൽ തന്നെ വന്നിട്ടുണ്ട്. വലിയ ഹിറ്റ് പടങ്ങളൊക്കെ അതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. അവസാനം കണക്കുമായിട്ട് വരുമ്പം ഒന്നും കാണത്തില്ല, നഷ്ടമായിരിക്കും. പുള്ളിക്ക് കൊടുക്കാനുള്ള ശമ്പളത്തിൽ അത് കുറയ്ക്കും. ലാലേട്ടൻ ഒരു കലാകാരനാണ്. ഒരു കലാകാരൻ ഒരു കാരണവശാലും ഒരു കച്ചവടക്കാരനായി മാറാനൊക്കത്തില്ല. ഒരു കാരണവശാലും ഒക്കത്തില്ല. അയാൾ കച്ചവടക്കാരനായാൽ അയാളുടെ കല അയാളിൽ നിന്ന് പോകും, അതാരായാലും. പക്ഷെ ഒരു കച്ചവടക്കാരന് 2 വെക്കും. ഏതാ നേരം. അതുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ വന്നതിന് ശേഷമാണ് തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ നല്ല സിനിമകളും
നല്ല ഫിനാൻഷ്യൽ ഡിസിപ്ലിനൊക്കെ ഉണ്ടായത് ആയിരിക്കണം. കാര്യം ഞാനത് കഴിഞ്ഞ ലാലേട്ടനെ പരിചയപ്പെട്ടു. അതെ 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 അതെ. അതുകൊണ്ട് എനിക്ക് പഴയ കാര്യങ്ങൾ അറിയത്തില്ല, അതുകൊണ്ട് കേട്ടുള്ള. പക്ഷെ എന്നോട് ലാലേട്ടൻ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഡിസിപ്ലിൻ, അതായത് സെറ്റിനകത്ത് ഡിസിപ്ലിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട്. മുമ്പ് സത്യനന്ദിക്കട്ട് സാറ്, തിലകൻ സാറിനെ അദ്ദേഹത്തിന്റെ സെറ്റിൽ മദ്യപിച്ചു എന്ന പേരിൽ അദ്ദേഹത്തിന്റെ സിനിമയിൽ നിന്ന്, ആ സിനിമയാണ്, അതായത് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾക്ക് ശേഷം ഒറ്റ സിനിമയിലും സത്യനന്ദിക്കട്ട് സിനിമയിൽ തിലകൻ സാറിനെ കാണാൻ പറ്റില്ല. രണ്ടുപേരും വലിയ ടാലൻസ് ആണ്, പക്ഷെ ഡിസിപ്ലിന്റെ പുറത്ത് മാത്രം അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട് സത്യനന്ദിക്കട്ട് സാർ. സമാനമായിട്ട് ശങ്കരാടി സാറിനെയും അദ്ദേഹം മാറ്റി നിർത്തിയിട്ടുണ്ട് മദ്യപിച്ചതിന്റെ പേരിൽ. ഇപ്പൊ സെറ്റിലുള്ള ഈ ഒരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ, അതായത് സെറ്റിൽ നമ്മൾ പാലിക്കേണ്ട ശീലങ്ങൾ, പാലിക്കേണ്ടാത്ത കാര്യങ്ങൾ, ഇതിന് ആസ് എ പ്രൊഡ്യൂസർ സാർ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ഞാൻ ലഹരി ഉൾപ്പെടെയാ, കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ചോദിക്കുന്നത്. ഈ ഇപ്പം സെറ്റിൽ ഒരാൾ മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് അയാളെ അവിടെ നിന്ന് ഇറക്കി വിടാനൊക്കത്തില്ല. അയാളുടെ പേഴ്സണൽ ഇതാണ്. അയാൾ റൂമിൽ ഇരുന്നു മദ്യപിച്ചു, ആർക്കും ശല്യം ഉണ്ടാക്കിയില്ല, കറക്റ്റായിട്ട് വന്നാൽ എനിക്ക് അയാളെ ഒന്നും പറയാനൊക്കത്തില്ല. പക്ഷെ അത് ഇവിടെ നിയമപരമായി അംഗീകരിച്ച സാധനമാണ് മദ്യം. മയക്കുമരുന്ന് ഒരു കാരണവശാലും നമ്മൾ കണ്ടാൽ ഒക്കത്തില്ല എന്ന് പറയും. ബാക്കിയുള്ള എല്ലാ ഡിസിപ്ലിൻ വേണ്ട എല്ലാ ആക്ഷൻസും നമ്മൾ ആദ്യം തന്നെ ചെയ്യാറുണ്ടല്ലോ. പിന്നെ സത്യൻ സാർ ഒന്നും എടുക്കുന്ന ഒരു സ്റ്റാൻഡ് എടുക്കാൻ എന്നെ കൊണ്ട് ഒക്കത്തില്ലല്ലോ, കാരണം അദ്ദേഹം എവിടെ കിടക്കുന്നു, നമ്മളെവിടെ കിടക്കുന്നു. പക്ഷെ നമുക്ക് സെറ്റിൽ നിന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും, ഒന്നോ രണ്ടോ ചെറിയ ഇഷ്യൂസ് അല്ല ഒന്നും ഉണ്ടായിട്ടില്ല. പലരും കുടിക്കാറൊക്കെ ഉണ്ട്, അവരുടെ റൂമിൽ ഇരുന്ന് കുടിക്കാറുണ്ട്, അവരിന്ന് കുടിക്കും, അവർ രാവിലെ സിനിമ ഷർട്ട് വരും. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമ്പോഴല്ലേ നമ്മൾ അതിനകത്തൊക്കെ ഇടപെട്ടാൽ മതിയല്ലോ, അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് അല്ലേ. കേട്ടിട്ടുണ്ട് സൗബിൻ ആദ്യമായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ എടുത്തു കൊടുത്തത് സന്തോഷ് ടി കുരുവിളയാണ് എന്നുള്ളത്. അദ്ദേഹത്തിന് ആദ്യമായിട്ടൊരു അഡ്വാൻസ് കൊടുക്കുന്നതും ആ ബാങ്ക് അക്കൗണ്ട് ത്രൂ സാറാണ് എന്നുള്ളത്. ആ സിനിമ എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്? ഈ കാര്യം സത്യമാണോ? അത് സംഭവിക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല. ഇത് പണ്ട് സൗബിന് എന്നോട് കഥ പറഞ്ഞു. ഞാൻ സൗബിന് അഡ്വാൻസ് കൊടുക്കുന്നത്, സൗബിൻ ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലെന്ന് പറഞ്ഞു. ആക്സിസ് ബാങ്ക്, നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന ആക്സിസ് ബാങ്ക് ഞാൻ പോയി അക്കൗണ്ട് തുടങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് ആദ്യത്തെ അഡ്വാൻസ് ഇട്ട് കൊടുത്തു. ആ സിനിമയുടെ കഥ എത്ര കൊടുത്തു? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10,000 അല്ലെങ്കിൽ 25,000. അന്നേരം അത് കഴിഞ്ഞ് സൗബിൻ അതിൻ്റെ കഥ എഴുതാൻ വേണ്ടി എൻ്റെ തന്നെ ഫ്ലാറ്റിൽ കാക്കനാട് നെസ്റ്റർ എന്ന് പറഞ്ഞ കളക്ടറേറ്റിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ തന്നെ പണിയിച്ച് അതിനകത്ത് അവിടെ ഇരുന്ന് കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അന്നയും റസൂലിനകത്തും പുള്ളി അഭിനയിക്കാൻ പോകുന്നത്. ഇപ്പോഴും എന്നെ കാണുമ്പോഴെല്ലാം പറഞ്ഞു, ചേട്ടാ അന്നത്തെ നമുക്ക് ആ സിനിമ ചെയ്യണം കേട്ടോ, സിനിമ ചെയ്യണം എന്ന് പറയുന്നത്. പുള്ളി തന്നെയാണ് പല ഇന്റർവ്യൂവിൽ അത് പറഞ്ഞേക്കുന്നത്, ഞാനല്ല പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ ആദ്യം ഇത് തന്നേക്കുന്നത്. ഞാനുമായിട്ട് വളരെ നല്ല ബന്ധവും എപ്പം ഒരുമിച്ച് യാത്ര ചെയ്യുന്നതും ഒക്കെയാണ്. അന്നേരം സിനിമ ചിലപ്പോൾ ഞങ്ങൾ ചെയ്തെന്നിരിക്കും. ചെറുകഥ എന്നായിരുന്നു സിനിമയുടെ പേര്. അന്നേരം പറഞ്ഞു കഴിഞ്ഞപ്പം അഡ്വാൻസ് കൊടുത്ത് ഇടാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അത് ഞാൻ സിനിമാക്കാരനൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ലല്ലോ. കാരണം നമ്മള് സൗബിൻ എന്നുള്ള ഒരാളിൽ വലിയൊരു കലാകാരനുണ്ട് എന്ന് എന്നോട് 1-2 പേര് എപ്പോഴും പറയുമായിരുന്നു. ഒരു ജെയ്സ്മോൻ എന്ന് പറയുന്നത് സൗബിന്റെ ഫ്രണ്ട് ഉണ്ട്, എന്റെയും ഫ്രണ്ടാണ്. അന്നേരം പുള്ളി എപ്പോഴും പറയുന്നത് ഭാവിയിലെ ജഗദീഷ് ശ്രീകുമാർ ആകാനുള്ള ആളാണ്. അന്നേരം ഞാൻ ജെയ്സിനോട് പറഞ്ഞു, ഡോക്ടർക്ക് തലയ്ക്ക് വട്ടായിട്ട് പറയുന്നതെന്ന് പറയും. അന്ന് ഇപ്പോഴല്ല, ഒത്തിരി കാലത്തിന് മുമ്പത്തെ കഥ ഞാൻ പറയുന്നത്. അന്നേരം അങ്ങനെ ആർക്കും നമ്മൾ അഡ്വാൻസ് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇപ്പം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ സിനിമ കഴിയും, ആ സിനിമ കഴിയുമ്പം അതിൽ നല്ലൊരു സാധനമായിട്ട് വന്നാൽ നമ്മൾ കേട്ടിട്ട് മനസ്സ് പറയാൻ എടുക്കാൻ പറഞ്ഞാൽ എടുക്കും, അതേ ഉള്ളൂ. ദുൽഖറുമായിട്ടൊരു സിനിമ മനസ്സിലുണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? ദുൽഖർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ഭയങ്കര എനർജി ഉള്ള ഒരു ആക്ടറല്ലേ. കാര്യം പുള്ളി സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത്. ദുൽഖറിന് വേണ്ടി നമ്മൾ എഴുതിയ കഥയാണ് തല്ലുമാല സിനിമ. നമ്മുടെ കമ്പനി ദുൽഖറിന് വേണ്ടി എഴുതിച്ച കഥയാണ്. നമ്മുടെ ബോൾഗാട്ടി പാലസിൽ റൂം എടുത്ത് കൊടുത്ത് അവർ ഒത്തിരി നാൾ എഴുതി. അത് അവസാനം നമ്മള് ദുൽഖറിന് ആ കഥ എഴുതി കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെടാതെ വന്നപ്പോഴാണ്, എന്തോ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളെ കഥ ഡയറക്ടറോട് എടുത്തോളാൻ പറയും. ഡയറക്ടർ അവര് സിനിമ കഥ നമ്മുടെ മേടിച്ചു. ഞാനത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ താൻ അങ്ങനെയാണ് അത് കൊടുത്ത് അത് ടൊവിനോ അതിലേക്ക് വന്ന് ചെയ്തത്. നമ്മുടെ സിനിമ ആവേണ്ടതായിരുന്നു തല്ലുമാലയും. നമുക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരുന്ന കഥയാണെന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുത്ത് ഓപ്പിയം ഡ്രീമിൽ സിനിമാസ്, ഞാനും ആഷിക്കൊപ്പം പാർട്ണറുള്ള കമ്പനി, അവരെ എഴുതി നമ്മുടെ ബോൾഗാട്ടി പാലസിൽ എഴുതിക്കൊണ്ടിരുന്ന കഥയാണത്. പൃഥ്വിരാജുമായിട്ടൊരു സിനിമ ആഗ്രഹമുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും, അതൊക്കെ വലിയ ആക്ടേഴ്സ് അല്ലേ. സിനിമ ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് സമീപിച്ചിട്ടുണ്ടോ അദ്ദേഹത്തെ?
എന്നോട് ഈ നീലവിളിച്ച സിനിമയിൽ പുള്ളിയായിരുന്നു നായകനായിട്ട് വരേണ്ടത്. ഞാൻ അവസാനം ആ സിനിമ ഒത്തിരി മാറിയൊക്കെ പോയി പുള്ളി അതിൽ അദ്ദേഹവും കുഞ്ചാക്കോബനായിരുന്നല്ലോ ആദ്യം. അദ്ദേഹം പൃഥ്വിരാജും ചാക്കോച്ചനുമായിരുന്നു. സിനിമ എല്ലാം മാറിപ്പോയി കഴിഞ്ഞപ്പം അദ്ദേഹം തന്നെ എനിക്കൊരു മെയിലായിട്ട് തന്നെ അയച്ചു, തീർച്ചയായിട്ടും നമുക്കൊരു സിനിമയിൽ ഒന്നിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് ഇതിന്റെ കാരണം കൊണ്ടാണ് എനിക്ക് ഒക്കാത്തത്. ഇത് ഒത്തിരി സമയം മാറിപ്പോയി. അതുകൊണ്ട് ഇൻകം ടാക്സിന്റെ റെയ്ഡ് പ്രൊഡ്യൂസർമാർക്ക് വലിയ ഭയം ഉണ്ടാക്കും, പേടി ഉണ്ടാക്കും. ED റെയ്ഡ് പ്രൊഡ്യൂസർമാരുടെ എന്നിട്ട് വിളറിയ മുഖങ്ങളൊക്കെ പലപ്പോഴും ഇങ്ങനെ ന്യൂസ് അവറിലൊക്കെ കാണിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ശരിക്കും ED ഒരു പ്രൊഡ്യൂസർ പേടിക്കേണ്ടതുണ്ടോ? നമ്മള് കള്ളപ്പണം വെളുപ്പിക്കാൻ പോയില്ലെങ്കിൽ എന്തിനാ ED പേടിപ്പിക്കുന്നത്? ഇതിനകത്ത് ഒരു ഗവൺമെന്റ് മെഷീനറിക്ക് നമ്മളെ എപ്പം വേണമെങ്കിലും നശിപ്പിക്കാം. അത് പണ്ട് പറയായിരുന്നു, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടറിന് ഒരു വണ്ടി പുതിയതായിട്ട് ഇറങ്ങിയാൽ പോലും അതിലൊരു ഒരു കുറ്റം കണ്ടുപിടിച്ച് കേസ് എടുക്കാനാകും. നീ അങ്ങോട്ട് സിഗ്നൽ ഇട്ടില്ല എന്ന് പറഞ്ഞ് കേസ് എടുക്കാനാകും എന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് എന്തിനാ പൈസ ഈ സിനിമയിൽ എവിടെയോ ബ്ലാക്ക് മണി ഉള്ളത്? ഞാൻ ഇന്ന് വരെ കള്ളപ്പണം വെളുപ്പിക്കാനാണ് സിനിമ ഉണ്ടാക്കുന്നത്, അതിലൊരു കടമ്പുണ്ടോ? അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്കില്ലല്ലോ. ഖത്തറിലെ നമുക്ക് ഗൾഫിൽ കിട്ടുന്ന പൈസ എല്ലാം വൈറ്റ് മണിയല്ല. അത് ഇങ്ങോട്ട് അയച്ചാൽ NRI പൈസ ആയിട്ടാണ് വരുന്നത്. ഇവിടെ ടാക്സ് കൊടുക്കണ്ട. പിന്നെ അതുകൊണ്ട് നമുക്ക് അതേപ്പറ്റി നമുക്ക് ഇവിടെയുള്ള IT ആണ്. IT-ലൊന്നും പിന്നെ റെസ്റ്റോറൻ്റ് ഒക്കെ ഫുൾ എല്ലാം ഗൂഗിൾ പേയും മറ്റേ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റും ആണ്. നമുക്ക് അങ്ങനത്തെ പൈസ ഇല്ല. ഇൻകം ടാക്സുകാരെ പേടിക്കണമെന്ന് വിചാരിച്ചാൽ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കെയർഫുൾ ആയിരിക്കണം. മഞ്ഞുമൽ ബോയ്സ് എന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ഷെയർ വെച്ച് വന്ന സിനിമയാണെന്ന് കേട്ടിട്ടുണ്ട്. ലോക അതുപോലെ തന്നെ ഡൊമിനിക് അരുൺ കഥ പറഞ്ഞ സിനിമയാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ രോമാഞ്ചം പ്രൊഡ്യൂസർ എൻ്റെ കൂടെ കുത്തിയിരുന്ന മറ്റേ ഡയറക്ടർ ജോൺ പോൾ പ്രൊഡ്യൂസർ ആകാൻ പറഞ്ഞ പടമാണ്. അങ്ങനെ ഒത്തിരി പടങ്ങളുണ്ട്. സാറിന്റെ സിനിമകളിൽ ചില റോൾ മാറാട്ടങ്ങളൊക്കെ സംഭവിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അതിന് വല്ല യാഥാർത്ഥ്യങ്ങളൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ മഹേഷിന്റെ പ്രതികാരത്തിൽ സായി പല്ലവി ആയിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണോ അത്? സായി പല്ലവിക്ക് ഞാനും ആഷിക്കും കൂടെ എൻ്റെ ആക്സിസ് ബാങ്കിന്റെ ചെക്ക് എറണാകുളം ഇന്റർനാഷണൽ ഹോട്ടലിൽ വാതിക്ക് വെച്ച് 2 ലക്ഷം ചെക്ക് കൊടുത്താണ്. പ്രേമം ഇറങ്ങിയിട്ടില്ല, പ്രേമം ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. അന്നേരം അൻവർ റഷീദ് അമ്പുക്ക പറഞ്ഞു, ധൈര്യം നല്ല ഉഗ്ര നടിയാണ്, ധൈര്യമായിട്ട് അഡ്വാൻസ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 2 ലക്ഷം രൂപ ഞാൻ ആക്സിസ് ബാങ്കിന്റെ ചെക്ക് കൊടുത്താണ്. പക്ഷെ ആ പടത്തിന് സമയമായപ്പോൾ ആ കുട്ടിക്ക് പരീക്ഷയാണെന്നും മറ്റേ ജോർജിയ പഠിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അന്നേരം നമ്മൾ അപർണ ബാലമുരളിലേക്ക് പോയി. അതേപോലെ നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ സിനിമ തുടങ്ങുന്ന ഡയറക്ടർ മനസ്സിൽ ഉണ്ടായിരുന്നത് കുഞ്ചാക്കോബനായിരുന്നു. അല്ല, കുഞ്ചാക്കോബൻ സൗബിന്റെ ഇതിലായിരുന്നു. ആ മറ്റേ സുരാജിന്റെ ഇതില് അലൻസിയർ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഗുരു സോമസുന്ദരായിരുന്നു. പിന്നെ അത് പല രീതിയിലുള്ള പ്രൊഡക്ഷൻ കൺട്രോളർ ബെന്നി കട്ടപ്പന പറഞ്ഞു നമുക്ക് മുകേഷ് ചേട്ടനെ ഇടാം, വിജയരാഘവൻ ചേട്ടനെ ഇടാം എന്ന് പറഞ്ഞു. ഞാനാണ് സജസ്റ്റ് ചെയ്തത് നമുക്ക് സുരാജ് വെഞ്ഞാറമൂടിനെ കൊണ്ടുവരാം. അങ്ങനെയുള്ള ഇപ്പം എന്നാൽ താൻ കേസുകളിലും ഒക്കെ അങ്ങനെ ഒത്തിരി പേര് മാറിയിട്ടുണ്ട്. എന്നാൽ താൻ കേസുകളിലുള്ള ഡയറക്ടർ ആദ്യം തീരുമാനിച്ചത് നമ്മുടെ ജഡ്ജിയുടെ റോള് പുള്ളി തീരുമാനിച്ച് വിനയ് ഫോർട്ടായിരുന്നു. നമ്മുടെ ടീച്ചറുടെ റോള് ചെയ്യാനിരുന്നത് ഗ്രേസ് ആന്റണിയാണ്. രാജേഷ് മാധവന്റെ റോള് ചെയ്യാനിരുന്നത് സൈജു കുറുപ്പാണ്. മന്ത്രിയുടെ റോള് ചെയ്യാനിരുന്നത് ഇടുക്കി ജാഫ്രിഡിക്കാണ്. ചാക്കോച്ചൻ ഒഴിച്ച് ബാക്കി എല്ലാം വ്യത്യാസമായിരുന്നു. പക്ഷെ അത് എന്റെ ഇൻഫ്ലുവൻസ് ഒന്നും അല്ല കേട്ടോ, അത് ഡയറക്ടറുടെ തീരുമാനമാണ്. എന്റെ ഒരു ഇൻഫ്ലുവൻസും അല്ല. എന്നോട് ചോദിച്ചു എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ചെയ്തോട്ടെന്ന് ചോദിച്ചു, ഞാൻ ചെയ്തോളാൻ പറഞ്ഞു. കാര്യം ആ പ്രീ ഷൂട്ടിന് വന്നവരെല്ലാം അതിന് പക്ക എലിജിബിൾ ആണ് എന്ന്. ഈ ആർക്കറിയാം സിനിമയുടെ സമയത്ത് കമൽഹാസനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു കേട്ടിട്ടുണ്ട്. അതെ, ഡയറക്ടറും കമൽഹാസനും സാനുവും കമൽഹാസനായിട്ട് നല്ല ബന്ധമായിരുന്നു. സാനു ഇങ്ങനെ പറഞ്ഞാണ് നമുക്ക് കമൽ സാറിനെ കൊണ്ടുവന്ന് സിനിമയിൽ അഭിനയിപ്പിച്ചാലോ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു കപ്പൽ കൊണ്ടടിപ്പിക്കാൻ കോട്ടത്ത് പോട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയ സിനിമയായിട്ട് ചെയ്യാനിരിക്കുന്നതല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് എത്തിയോ സിനിമ? സാനു പറഞ്ഞു കാണണം, അവര് നല്ല ബന്ധമുള്ള ആൾക്കാരല്ലേ ഡയറക്ടർ. അതായത് ബഡ്ജറ്റ് വൈസ് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് വേണ്ടെന്ന് വെച്ചാൽ അല്ല, ആ സിനിമയ്ക്ക് കമൽ സാറ് പ്രായമുള്ള റോളുകളൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്, ഇന്ത്യനിലൊക്കെ ചെയ്തിട്ടുണ്ട്. ആ റോളിന് ബിജു മേനോനായിരുന്നു ആപ്റ്റ്.
അത് ആ ആപ്റ്റ് ആയിരുന്നത് കൊണ്ടാണ് ബിജു മേനോന് 28-29 കൊല്ലമായിട്ട് ഒരു സ്റ്റേറ്റ് അവാർഡ് ആദ്യമായിട്ട് ആ സിനിമയിലൂടെ കിട്ടാൻ കാരണം. ഹി ഡിഡ് ഇറ്റ് വെരി നൈസ്ലി. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. Think mobile, think oxygen. Oxygen, the smartphone expert.